ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിളും പാലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിൽ ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. ഇന്നത്തെ വീഡിയോ ഒരു പുഡിങ് ഇടാൻ കാരണം എനിക്ക് സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടൊന്ന് മാത്രമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ തുടർന്ന് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നല്ലോണം പാൽപ്പൊടിയും കോൺഫ്ലവറും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് സോസ് പാനിലോട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് പാൽ നമ്മൾ സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സും ഷുഗറും കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പാല് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. നമ്മൾ കോൺഫ്ലവറിൻ്റെ കൂട്ട് ആദ്യം തന്നെ പാലിൽ ചേർത്തുകൊണ്ട് പാല് തിക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതൊന്നും കൂടി കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടല്ലേ ഇങ്ങനെ വീണത്. അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രാസും ജെലാറ്റിനും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് സെറ്റായി കിട്ടണമെങ്കിൽ ഒന്നും കൂടി ഇത് കുറുക്കിയിട്ടെടുക്കണം. ഇപ്പോൾ നമ്മളെ കൂട്ട് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പതുക്കല്ലേ ഇങ്ങനെ വീണുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് ഓഫാക്കുക. അപ്പോൾ ഇനിയും തിക്കാക്കരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഓഫാക്കണം. കാരണം ഇനിയും തിക്കാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിക്കായിട്ട് പോകും. അപ്പോൾ നമുക്കൊരു സമയത്ത് ഓഫാക്കുക. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ഓഫാക്കിയതിന് ശേഷം വനില എസൻസ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വേഗം നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് തിക്കായിട്ട് പോകും. ഇതിപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് പുഡിംഗ് ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞ് ഗ്ലാസ് ഇല്ലേ, അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഓരോ പുഡിംഗ് മിക്സ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇത് അടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ നല്ലോണം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിപ്പക്കൂടെ അരിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ പൈനാപ്പിളിന് മധുരം കുറവായതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ജ്യൂസിലോട്ട് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർക്കണം. അപ്പോൾ കോൺഫ്ലവർ ഡയറക്റ്റ് ചേർക്കരുത്. ഒരു ഗ്ലാസ്സിൽ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അധികം ലംസ് ഒന്നും ഇല്ലാതെ വേഗം മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോൺഫ്ലവർ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ജ്യൂസിലോട്ട് തന്നെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഈ കൂട്ട് നമുക്കൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കോൺഫ്ലവർ ചേർത്തതാണ്. അപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ പൈനാപ്പിളിൻ്റെ കൂട്ട് തിളച്ചിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കിയിട്ട് കൊടുക്കണം. ഒന്നും കൂടി നമുക്കൊന്ന് കുറുക്കിയിട്ടെടുത്താൽ മതി.
അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹണീൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി കുറുകിയിട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് ഓഫാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ചൂടാറാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒരു 15 മിനിറ്റോടെ നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിക്കണ ഓറഞ്ചിൻ്റെ കൂട്ടില്ലേ, അപ്പോൾ അതിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ. കൂടി പോയാൽ ഭയങ്കര തിക്കായിട്ട് പോയിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ കറക്റ്റ് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തൊന്ന് ഒരേ മാതിരി ആക്കി കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണെന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ഗ്ലേസൊക്കെ നല്ലോണം കറക്റ്റ് തന്നെ പാകമായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പോംഗ്രാനൈറ്റ് വെച്ചിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യുന്നുണ്ട്, കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇത് ഗാർണിഷ് ചെയ്തെടുക്കുക. മിൽക്ക് പുഡിങ്ങിൻ്റെ ലെയറിൻ്റെ കൂടെ ഈ പൈനാപ്പിളിൻ്റെ ഗ്ലേസും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങുമാണ്. ഈ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.